Good morning. Good morning, teacher. Good Good morning. morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. Yes, അപ്പൊ ma'am. നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Prayer. ചെയ്തോളൂ കേട്ടോ പ്രയർ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ നാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ മാം. സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Today I will tell a story. The story name was The Lion and the Mouse. Once upon a time, there lived a lion in a forest. One day, after a heavy meal, it was sleeping under a tree. After a while, there came a mouse and it started to play on the lion. Suddenly, the lion got up with anger and looked for those who disturbed its nice sleep. Then it saw a small mouse standing, trembling with fear. The lion jumped on it and started to kill it. The mouse requested the lion to forgive it. The lion felt pity and left it. The mouse ran away. On another day, the lion was caught in a net by a hunter. The mouse came there and cut the net. Thus it escaped. Thereafter, the mouse and the lion became friends. They lived happily in the forest afterwards. Thank you. ഓക്കെ. തൊട്ട് പറഞ്ഞോളൂ കേട്ടോ. Okay, ma'am. Time and tide wait for none. Time never stops. We must use it wisely. Thank you, ma'am. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് തുടങ്ങിയത്? ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്? എന്താ പറഞ്ഞത് ഇന്നലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്? കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞു മിസ്സേ. എന്തായിരുന്നു പറഞ്ഞേ? കുട്ടികൾ 5 വയസ്സിന്റെ ഉള്ളിലുള്ള അവരുടെ കരയുന്നതും ചിരിക്കുന്നതും ഒക്കെയാണ് അവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ആ, ബർത്ത് ടു 5 months വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ? ഇല്ലേ? ക്രൈയിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് വ്യത്യസ്തമായിട്ട് ശബ്ദിക്കുന്നു, ചിരിക്കുന്നു, കരയുന്നു. പിന്നെ മറ്റുള്ളവര് സംസാരിക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു, മൂളലുകളും ഞെരുക്കങ്ങളും ഉണ്ടാകുന്നു കുഞ്ഞിന്റെ വായിൽ നിന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ഇനി പറയാനായിട്ട് പോകുന്നത് 6 മുതൽ 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കില് മിസ്സിന് സുഖമില്ലായിരുന്നു പറഞ്ഞ ഓക്കെ ആയോ? സുഖമില്ലാതെ ഓക്കെ ആയി, കുഴപ്പമില്ല. നോർമലായിട്ട് വരുന്നു. ശബ്ദത്തിന് കുറച്ചൊരു ഇടർച്ചയുണ്ട് സംസാരിക്കുമ്പോ. ഉണ്ട്, മാറ്റമുണ്ട്. അതാണ് കഫക്കെട്ട് ഉള്ളതുകൊണ്ടേ. അപ്പൊ അല്ലാതെ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. ശരി. ഓക്കെ. അപ്പൊ 6 മുതൽ 11 മാസം വരെ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി, എന്തൊക്കെ ഉണ്ടാകും വ്യത്യാസങ്ങള്? എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ.
6 മുതൽ 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ സംസാരിച്ച് തുടങ്ങും, അമ്മ എന്ന് വിളിച്ചു തുടങ്ങും, നടന്ന് നടക്കാൻ അവര് ഇരിക്കാനായിട്ടുള്ള ശ്രമം, പയ്യെ നടന്ന് പിടിച്ചു നിൽക്കും. പിന്നെ ആഹാരങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തും. 6 മുതൽ 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുണ്ടാവും ഇതില്. നമ്മുടെ സ്റ്റുഡൻസിൽ ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. ഞാനുണ്ട് മിസ്സേ. എന്റെ മോൾക്ക് 7 വയസ്സായി. എത്ര മാസമായി? 7 മാസം. അപ്പൊ അറിയാൻ പറ്റുമല്ലോ ശ്രുതിക്ക് എന്തൊക്കെയാണ് കുഞ്ഞിപ്പോ ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? അല്ല, ഇത് പറഞ്ഞ പോലെ ഇരുന്ന് നീന്താനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് സംസാരിക്കാനൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. അപ്പോ കുഞ്ഞ് 6 മുതൽ 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നോ നോ എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇല്ല ഇല്ല എന്ന്. അതായത് എന്തെങ്കിലും ഇപ്പോ നമ്മൾ ഭക്ഷണങ്ങളായാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വേണ്ട എങ്കിൽ ഒരു റിജക്ഷൻ കാണിക്കാനായിട്ട് തുടങ്ങുന്നു. ശരിയാണോ? ചെയ്യാറുണ്ടോ? റിജക്ഷൻ കാണിക്കാറുണ്ടോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബാബിൾ സൗണ്ട്, ബാ ബാ ബാ, അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങളില് തുപ്പല് വന്നിട്ട് ഒരു ബബിള് പോലെ പുറത്തേക്ക് വരും, എന്നിട്ട് കുഞ്ഞുങ്ങള് ഒച്ചയുണ്ടാക്കും കിടന്ന്. കണ്ടിട്ടുണ്ടോ? ബബിൾസ് വരും. അതുപോലെ തന്നെ ആ ബബിൾസിലൂടെ അവര് സൗണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതിനെയാണ് ബാബിൾ സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ബാ 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 എന്നാണ് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ പറയുക. പിന്നെ അതുപോലെ തന്നെ അർത്ഥമില്ലാതെ, അതായത് അവർക്ക് ശരിക്കും മീനിങ് ഒന്നും അറിയില്ലെങ്കിൽ കൂടിയും മാമ ഡാഡ എന്ന് പറയാനായിട്ട് തുടങ്ങുന്നു. ചിലര് മാന്നായിരിക്കും വിളിക്കുന്നത്, ചിലർ പാന്നായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവർക്ക് മീനിങ് ഒന്നും അറിയില്ല അതിന്റെ എന്താണ്, ആരെയാണ് ഇത് വിളിക്കുന്നത്, അങ്ങനെയൊന്നും മീനിങ് ഒന്നും അറിയില്ല. പക്ഷെ അവര് ആ മാമ പാപ്പ എന്ന് പറയുന്ന ആ വേർഡ്സ് പറയാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ആക്ഷൻസിലൂടെയും അതുപോലെ തന്നെ ഗസ്റ്റേഴ്സിലൂടെയും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പലതരത്തിലുള്ള ആക്ഷൻസ്, ഗസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്ന സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ പറയുന്നത് പോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതായത് മൊത്തമായിട്ട് പറയില്ല കേട്ടോ, ചില സൗണ്ടുകൾ മാത്രമാണ് പുറത്തേക്ക് വിടുന്നത്. പിന്നെ കുട്ടി ഈ ഒരു സമയത്താണ് കുട്ടിയുടെ ഫസ്റ്റ് വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആദ്യത്തെ വേർഡ് കുട്ടി പറയുന്നത് ഈ ഒരു 6 മുതൽ 11 മാസം വരെയുള്ള സമയത്താണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉണ്ടോ ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇല്ല? ഓക്കെ. ഇനി നെക്സ്റ്റ് വണ്ണാണ് 12 to 17 മാസം, 12 months to 17 months വരെയുള്ള സമയത്ത്, അതായത് 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയിലുള്ള ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. കുഞ്ഞ് ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വാക്കുകളില്ലാതെ ഉത്തരം നൽകും. അതായത് കുഞ്ഞിനോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേർഡ്സ് ആയിട്ടല്ല പറയുന്നത്, മറിച്ച് ആക്ഷൻസോ ഗസ്റ്റേഴ്സോ കാണിച്ച് അതിന് മറുപടി നൽകുന്നു. ഓക്കെ. ഇപ്പൊ കുഞ്ഞിനോട് ചോദിക്കുകയാണ് നിന്റെ ബോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ
ചില ബർത്തിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നോക്കിയിട്ട് മുകളിലോട്ട് ചൂണ്ടിക്കാണിക്കും. ഓക്കെ, അപ്പൊ കുഞ്ഞിനോട് ചോദിക്കുന്നത് കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ വേർഡ്സ് ആയിട്ടല്ല എന്ത് പറയുന്നേ ഉത്തരം നൽകുന്നത്, അല്ലെ? ആക്ഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് ലളിതമായ ചോദ്യങ്ങൾക്ക് വാക്കുകളില്ലാതെ ഉത്തരം നൽകുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ ലേബൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 മുതൽ 3 വരെയുള്ള വാക്കുകൾ പറയുന്നു. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ കുട്ടിക്ക് ഒരു പട്ടിയെ കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു പൂച്ചയെ കാണിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ ലേബൽ ചെയ്യാനായിട്ട് ചിലപ്പോ 2 or 3 വാക്കുകൾ പറയാം. ഓക്കെ, ചിലപ്പോ പട്ടിയെ കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോ ഡോഗ് അല്ലെങ്കിൽ പട്ടി എന്നായിരിക്കില്ല പറയുന്നത്, ബൗ 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 എന്നായിരിക്കും പറയുന്നത്, അല്ലെ? അങ്ങനെയാണോ? പൂച്ചയെ കാണിച്ചു കൊടുക്കുമ്പോൾ മ്യാവ് മ്യാവ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അവര് പറയുന്ന കാര്യം വ്യക്തമായിട്ടല്ല പറയുന്നത്, അവരുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല ഈ ഒരു സമയത്ത്. ഓക്കെ, നമ്മളെ പോലെ വ്യക്തമായിട്ട് പറയാനായിട്ട് ആ ഒരു സമയത്ത് അവർക്ക് സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും അവർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മറുപടി തരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുട്ടി 4 വേർഡ്സ് തുടങ്ങി 6 വേർഡ്സ് വരെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. 4 to 6 വേർഡ്സ് വരെ എന്ത് ചെയ്യാം, കുട്ടി ഈ സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 12 to 17 months വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് 18 to 23 months കേട്ടോ. 18 to 23 months. ഈ സമയത്ത് എന്ന് പറഞ്ഞാല് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല. ഈ സമയത്തും പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ല. സാധാരണ ഫുഡ് ഐറ്റംസ് ഒക്കെ പേരെടുത്ത് ചോദിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണിത് 18 to 23 months കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഭക്ഷണങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, പേരെടുത്ത് ചോദിക്കും വിശക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോലുള്ള മൃഗങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ സൗണ്ട്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ എന്റെ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, അതായത് എന്റേതാണ്. ഇപ്പൊ ഒരു ഡോൾ ഉണ്ടെങ്കിൽ അത് എന്റേതാണ്, അല്ലെങ്കിൽ ഒരു കളർ പെൻസിൽ ഉണ്ടെങ്കിൽ അതിൽ എന്റേതാണ് എന്ന് കുട്ടി സ്വയം തിരിച്ചറിഞ്ഞ് പറയാനായിട്ട് തുടങ്ങുന്നു. എന്റെ എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഒരു വീട്ടില് ചേട്ടനനിയനും അല്ലെങ്കിൽ ചേച്ചിയും അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ 2 പേരുടെയും സാധനങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ ആ കുഞ്ഞ് അവിടെ തിരിച്ചറിവാണ്, അത് എന്റെ സാധനമാണ് അല്ലെങ്കിൽ അത് അവരുടേതാണ്, അങ്ങനെയുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു സമയമാണിത് ഈ ഒരു 18 to 23 months എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 2 to 3 years ആണ് കേട്ടോ. 2 to 3 years ആകുമ്പോഴത്തേനും അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ എന്താണ് അവരുടെ മനസ്സിൽ തെളിയുന്നു, വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സമയത്താണ് ആദ്യത്തേതിൽ നമ്മളിപ്പോ എന്താ പറയാ, നേരത്തെ നമ്മൾ പറഞ്ഞത് 18 to 23 months ആയിരുന്നു. അതിനകത്ത് എന്റെ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് കുട്ടിക്ക് കൂടുതലായിട്ട് അറിവുണ്ടാകുന്നത്. എന്നാല് ഈ ഒരു 2 to 3 years വരുമ്പോൾ നീ, ഞാൻ, അല്ലെങ്കിൽ അവൾ, അവൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരുന്നു. പറയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി വ്യക്തത ഉണ്ടാകുന്നു. ബിഗ് ഓർ ഹാപ്പി, അതായത്
എന്താ പറയാ, ഇപ്പൊ വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഒരു ആനയെ കണ്ടു എന്ന് വിചാരിക്കുക, കുട്ടിയുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാകും അല്ലെ. അപ്പോ വലുതിനെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടുമ്പോഴുള്ള ഹാപ്പിനെസ് ഒക്കെ അവരുടെ മുഖത്ത് പ്രകടമാകുന്ന ഒരു ഏജ് ആണെന്ത്, ഒരു 2 to 3 years എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ആനയെ കാണിച്ചു കൊടുക്കുമ്പോൾ ആന എന്ന് പറയുമ്പോൾ അതൊരു വലിയ ജീവിയാണ്. അപ്പൊ അവരുടെ മുഖത്ത് ഒരു അതിശയം വരും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റോ ഐസ്ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. അവരുടെ ഫേസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ 2 to 3 yearsന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സംസാരം കൂടുതലായിട്ടാണ് ഉണ്ടാവുക അല്ലെ. കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാകും, പക്ഷെ സ്ട്രേഞ്ചേഴ്സിന് മനസ്സിലാവണം എന്നില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഫാമിലി മെമ്പേഴ്സിന് കൂടുതലായിട്ട് കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, കലപില സംസാരിച്ചു കൊണ്ടിരിക്കും കേട്ടോ 2 to 3 years ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാല്. മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. ഇനി ചില കുട്ടികൾ വ്യത്യസ്തരാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് സംസാരം കുറവായിരിക്കുള്ളൂ. അപ്പോ ഒരു ഭാഗവും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 3 to 4 years ആണ് കേട്ടോ. 3 to 4 years എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ക്ലോത്ത്സ്, അവരിടുന്ന വസ്ത്രങ്ങള് അല്ലെങ്കിൽ ഒബ്ജക്റ്റുകള് അവയൊക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോ ഓറഞ്ച്, ആപ്പിള്, ഗ്രേപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഫ്രൂട്ട്സ് ഐറ്റംസിൽ പെടുന്ന കാര്യങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫ്രോക്ക്, അതുപോലെ തന്നെ എന്താ പറയാ കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒക്കെ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഡ്രസ്സുകൾ അവർ ഗ്രൂപ്പ് ചെയ്യും. അത് അവരുടെയാണ്, അല്ലെങ്കിൽ ഇത് അമ്മയുടെ ഡ്രസ്സാണ്, അല്ലെങ്കിൽ ഇത് അച്ഛന്റെ ഡ്രസ്സാണ്, ഇത് വെജിറ്റബിൾസിൽ വരുന്നതാണ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത്, ഈ ഒരു 3 to 4 years എന്ന് പറയുന്നത്. പിന്നെ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കൂടുതൽ കളറുകൾ അവർ തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഇവര് പറയുന്ന കാര്യങ്ങള് കൂടുതലായിട്ട് ക്ലിയർ അല്ലെങ്കിൽ കൂടിയും എന്താ പറയാ, അവര് പറയുന്നതില് 7 വയസ്സ് വരെയെങ്കിലും അവര് പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ ഉണ്ടായെന്ന് വരില്ല. ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാവും, പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്ക് മനസ്സിലാകണമെന്നില്ല. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ചില വാക്കുകൾ എന്ത് ചെയ്യുന്നത് പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു. കൂടുതൽ റൈംസും മറ്റൊക്കെ എൻജോയ് ചെയ്യുന്നു. പിന്നെ എന്താ പറയാ, ആശയങ്ങൾ, ഐഡിയാസ്, ഇമോഷൻസ് എന്നിവ പ്രകടിപ്പിക്കുന്നു. പിന്നെ എന്താ പറയാ, ING അവസാനിക്കുന്ന വെർബുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ING അവസാനിക്കുന്ന വെർബുകൾ എന്ന് പറഞ്ഞാല് വർക്കിംഗ്, ടോക്കിംഗ്, റണ്ണിങ് എന്നൊക്കെ പറഞ്ഞുള്ള ഇതുണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ എന്താ പറയാ, വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. പറഞ്ഞ കാര്യം തന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 3 to 4 yearsൽ വരുന്നത്. ക്ലിയർ ആണോ? പിന്നെ അടുത്തത് 4 to 5 ആണ് കേട്ടോ. 4 to 5 എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി ഒരു തിരിച്ചറിവിലേക്ക് വരുവാണ് അല്ലെ. ഒരു KG സെഷനിലൊക്കെ ആകുന്ന ഒരു സമയമാണ് ഈ 4 to 5 years എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ അവര് കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നു. സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവരോട്, അതായത് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈ സമയത്ത് അവരുടെ സംസാരം മറ്റുള്ളവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുറത്തുനിന്നുള്ള ആളുകൾക്കും കുഞ്ഞു പറയുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് മേ നോട്ട് ബി ക്ലിയർ ആണ്, അല്ലെങ്കിൽ ക്ലിയർ അല്ല. ഓക്കെ, പക്ഷെ 4 തുടങ്ങി 5 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. പിന്നെ ഇവര് ഈ ഒരു സമയത്ത് ലോങ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നു.
ഓക്കെ, അതായത് കുറച്ചും കൂടി ഇത്രയും ഒരു വയസ്സ് വരെ അവർക്ക് ഇത്തരത്തിലുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉച്ചരിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു സമയമാകുമ്പോൾ ലോങ് ആയിട്ടുള്ള കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ അവർ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് അവർ തെറ്റുകൾ വരുത്താം. വലിയവരെ പോലെ ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനായിട്ട് അവർക്കത് പറയാനായിട്ട് ചിലപ്പോൾ പറ്റിയിരുന്നില്ലെങ്കിൽ കൂടിയും അവരത് പറയുന്നുണ്ട്. തെറ്റുകൾ അതിനകത്ത് വരാൻ സാധ്യതയുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഓടി അല്ലെങ്കിൽ വീണു, റാൻ അല്ലെങ്കിൽ ഫെൽ, അതുപോലുള്ള ക്രമരഹിതമായിട്ടുള്ള പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. അതായത് ഇപ്പൊ സ്കൂളിൽ വെച്ച് ഒരു സംഭവം നടക്കുവാണെങ്കിൽ അത് ഓർത്ത് വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുന്നു, അമ്മ ഞാൻ സ്കൂളിൽ വീണമ്മേ, ഞാൻ ഓടിക്കളിച്ചപ്പോ ഇങ്ങനെ പറ്റിയമ്മേ. അപ്പോ അവരത് ഓർത്ത് വെക്കുന്നു. ഈ ഒരു കാര്യം അമ്മയോട് ചെന്ന് പറയണം. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ അവരെ ഓർത്തെടുത്തിട്ട് പറയുന്നു, മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. അത് കൂടുതലായിട്ട് കാണാം. പിന്നെ ഒരു പിക്ചർ വരയ്ക്കുന്നത് പോലെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നു. അത്രയും ക്ലിയർ കട്ടായിട്ട് അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും വരുന്നു. പിന്നെ ആനിമൽസിനെയും വെഹിക്കിൾസിനെയും ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നു. അതായത് ഇത് വൈൽഡ് അനിമൽ ആണ്, അല്ലെങ്കിൽ ഇത് ബേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഇത് വെഹിക്കിൾസ് ആണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് 4 to 5 years എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് 5 years. 5 years എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാസ്റ്റത്തെ ആണ്. അപ്പൊ അതിനകത്ത് കുറച്ചും കൂടി സമയത്തെ കുറിച്ച് അവര് കുറച്ചും കൂടി മനസ്സിലാക്കുന്നു. സമയം, ടൈമിനെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കുന്നു. പിന്നെ റൈമിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു, ഷോർട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതൊക്കെ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതായത് ടെക്സ്റ്റിൽ അല്ലാതെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇതിലൊരു PDF ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കിപ്പോ ആ പേജ് എന്താ പറയാ കാണുന്നില്ല. പേജ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുവാണ്, എടുത്തിട്ട് കിട്ടുന്നില്ല ഗൂഗിളിൽ നിന്ന്. അതെല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാ ബാച്ചസിനും ഷെയർ ചെയ്യുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ബാച്ച് തുടങ്ങിയിട്ട് നമ്മുടെ ഏതാണ് 14th ബാച്ച് തുടങ്ങിയിട്ട് ഈ സംഭവം ബ്ലാങ്ക് ആയിട്ട് കിടക്കുക, കാണുന്നില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ കേട്ടോ. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതൊന്ന് ആ ഒരു പേജ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. 54 കേട്ടോ, 54. വായിച്ചു കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യണേ.
ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് തൊട്ടാണോ മാം? ലാംഗ്വേജ് വിച്ച് ഇസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് തൊട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ്സ് ഉണ്ടല്ലോ, കുറച്ച് ബബിൾ ചെയ്ത് കൊടുത്തിട്ടില്ലേ? ആ പോയിന്റ്സ് ആദ്യം പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. language which is the ability to communicate using spoken words distinguishes human beings from other animals. ഇതിന്റെ മീനിങ് പറയണോ? പറഞ്ഞോളൂ. ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാ ഉപയോഗിക്കുന്ന. അത് വേർഡ്സ് വെച്ച് അത് ഡിസ്റ്റിങ്ക്യൂസസ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അതർ അനിമൽസ്. അത് മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ അതായത് എന്താ ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നു, അതായത് വ്യത്യാസപ്പെടുത്തുന്നു. ക്രൈയിങ്, കൂളിംഗ് ദ ചൈൽഡ് പ്രൊഡ്യൂസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട്. കൂളിംഗ് അല്ല കേട്ടോ, നിങ്ങളൊന്നത് തിരുത്തണേ. കൂളിംഗ് അല്ല, കൂയിങ് ആണ്. എല്ല് വേണ്ട കേട്ടോ. കൂയിങ്. കൂയിങ്. Cooing the child produce sound from his throat. Babbling the child combines a vowel and consonant sound and repeats continuously ba ba ba. കുട്ടി കരയുമ്പോൾ ഒരു സൗണ്ട് ത്രോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബബ്ലിംഗ് പോലെ, അതായത് വ്യക്തമല്ല, ബാബ എന്ന് പറഞ്ഞുള്ള. പിന്നെ ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു ദ പ്രൈമറി കെയർ ടേക്കർ മാ പാ. അതായത് ആദ്യം വരുന്ന വാക്കുകൾ മാ പാ എന്നുള്ള വാക്കുകളായിരിക്കും. സിംഗിൾ വേർഡ് സെന്റൻസ് ബോൾ ക്യാൻ മീൻ ഐ സി എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. ആദ്യത്തെ സിംഗിൾ വേർഡ് എന്ന് പറയുമ്പോൾ ബോൾ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ബോൾ കണ്ടു, അല്ലെങ്കിൽ ബോൾ വേണം എനിക്ക്. അത് കുട്ടിക്ക് പറയാൻ അറിയത്തില്ല, കുട്ടി ബോൾ ബോൾ എന്നേ പറയത്തുള്ളൂ. സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച്. ടെലിഗ്രാഫിക് സ്പീച്ചിന്റെ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ വാണ്ട് ബോൾ, സീ ബോൾ എന്നൊക്കെ പറയും. സിമ്പിൾ സെന്റൻസ് ഐ വോണ്ട് എ ബോൾ. സിമ്പിൾ സെന്റൻസ് ആയിട്ട് പറയാൻ ഐ വോണ്ട് എ, എനിക്കൊരു ബോൾ വേണം. ലേണിംഗ് എനി ലാംഗ്വേജ്. Learning any language indicates acquiring 4 skills, namely listening, speaking, reading and writing. Learning, അതായത് ഒരു ഭാഷ ലേൺ ചെയ്യുവാണെങ്കിൽ 4 സ്കില്ലാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് കേൾക്കുക, സ്പീക്കിംഗ് പറയുക, പിന്നെ റീഡിംഗ് വായിക്കുക, ആൻഡ് റൈറ്റിംഗ് എഴുതുക. A 3-year-old has a vocabulary of about 900 words, but by the time he's 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് 900 വേർഡ്സ് പറയാൻ പറ്റും. പക്ഷെ 6 years ഒക്കെ ആകുമ്പോഴത്തേക്ക് വൊക്കാബുലറി ആൾമോസ്റ്റ് 12,000 to 14,000 വേർഡ്സ് പറയും. Language development includes 4 skills: listening, speaking, reading and writing. ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ അതായത് അതില് 4 സ്കിൽസ് ആണ് വരുന്നത്: കേൾക്കുക, പറയുക, എഴുതുക, പിന്നെ വായിക്കുക. At this stage, the child should be introduced to games and activities that improves his listening and speaking skill at the same time. ഈ സ്റ്റേജിൽ തന്നെ കുട്ടികൾക്ക് ഗെയിംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. കാരണം അവരുടെ ലിസണിങ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, സ്പീക്കിംഗ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആ ടൈമിൽ തന്നെ. Activities such as listening to stories, reciting rhymes, listening to record music, meditation games such as Chinese whispers, Simon Says, drawing the child's concentration to various sounds in the environment are all essential to develop the listening and speaking skills in children. ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് സ്റ്റോറി ലിസൺ ചെയ്യാൻ, കേൾക്കുന്നത്, റൈംസ് പറയുന്നത്, റിസൈറ്റ് ചെയ്യുന്നത്, മ്യൂസിക് ഒക്കെ കേൾക്കുന്നത്, മെഡിറ്റേഷൻ, ചൈനീസ് വിസ്പർ ഗെയിംസ്, സൈമൺ സീസ്, ഡ്രോയിങ് ദ ചൈൽഡ്സ്, അങ്ങനെ കോൺസെൻട്രേഷൻ ഒക്കെ. അതായത് എൻവയൺമെന്റിലുള്ള ഓരോ സൗണ്ട്സും അത് ഫോക്കസ് ചെയ്യാൻ കുട്ടികളെ സഹായിക്കും. അതെല്ലാം എന്തിനാ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിസണിങ്, കുട്ടികളുടെ ശ്രദ്ധ തിരിക്കും ലിസണിങ്ങിലും കേൾവിക്കും. പിന്നെ അതിലൂടെ കുട്ടികൾക്ക് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ആവും. The pre-reading skills include recognizing alphabets and their phonetic sounds and the capacity to move the eye from left to right in a straight line. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, റീഡിംഗ് വായിക്കുന്നതിന് മുമ്പുള്ള സ്കിൽസ് എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികൾ ആൽഫബറ്റ്സ് തിരിച്ചറിയുക, പിന്നെ ആൽഫബറ്റിക് ഫോണറ്റിക് സൗണ്ട്സ് ഒക്കെ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ആൻഡ് ദ കപ്പാസിറ്റി ടു മൂവ് ദ ഐ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അത് അവരുടെ
ഐ ഡിറക്ഷൻസിന്റെ ഐ മൂവ്മെന്റ്സും ശരിയാക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലൊന്ന്, അതായത് ഓരോ ആൽഫബറ്റ്സും അവർ റെക്കഗ്നൈസ് ചെയ്യണം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. allow for books and eye and hand coordinations. ബുക്സിനോട് ഒരു ലവ് വേണം. ഐ ആൻഡ് ഹാൻഡ്, ഐയോട് അതായത് കണ്ണും കയ്യും ഉള്ള ഒരു കോർഡിനേഷൻ വേണം. ദിസ് ക്യാൻ ഡെവലപ്പ് ത്രൂ മെനി ആക്ടിവിറ്റീസ്. നമുക്ക് ഐയുടെ ഹാൻഡ് കോർഡിനേഷനും ചെയ്യുന്നത് ഏത് വഴിയാ? കുറെ ആക്ടിവിറ്റീസ് വഴി. with specially devised materials and variety of art and craft activities mentioned in the unit on motor development. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം കുറെ ആക്ടിവിറ്റീസ് വഴി, ക്രാഫ്റ്റിന്റെ ആർട്ടിന്റെ. ഓക്കെ, വെരി ഗുഡ്. പ്രവീണ് പറഞ്ഞത് മനസ്സിലായോ മറ്റുള്ളവർക്ക്? ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് വിച്ച് ഇസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീങ്സ് ഫ്രം അതർ ആനിമൽസ്. അതായത് മറ്റ് ജീവികളിൽ നിന്നും, പ്രകൃതിയിലുള്ള മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് അവനെ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവാണ്, അല്ലെ? മറ്റ് ജീവികൾക്കുണ്ടോ ലാംഗ്വേജ്? അവർ ഉപയോഗിക്കാറുണ്ടോ? സംസാരിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല മാം. ഇല്ല, അത് മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ്, അല്ലെ? അപ്പോ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണെന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ക്രൈയിങ് ആണ്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് കരച്ചിലോട് കൂടിയിട്ടാണ്, അല്ലെ? ആണോ? ആ, 9-10 മാസമൊക്കെ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് പുറത്തേക്ക് വരുമ്പോൾ പുറം ലോകവുമായിട്ട് അവന് യാതൊരു കണക്ഷനും ഇല്ല, അല്ലെ? ഇത്രയും നാള് അമ്മയുടെ ഉദരത്തില് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ കുട്ടിയുടെ റെസ്പോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ക്രൈയിങ് ആയിട്ട് മാറുന്നത്. അപ്പോ കുട്ടിയുടെ ആദ്യത്തെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്രൈയിങ് ആണ്. ഓക്കെ, കരച്ചിലോട് കൂടിയാണ് കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്. ദെൻ രണ്ടാമത്തേതാണ് കൂയിങ് എന്ന് പറയുന്നത്. COOING ആണ് കൂയിങ് കേട്ടോ. കൂളിംഗ് അല്ല, കൂയിങ് ആണ്. The child produces sound from his throat. എന്താണ് നാൻസി? കൂയിങ് ആണ് കേട്ടോ. അപ്പോ എന്താണ്? കുഞ്ഞിന്റെ ത്രോട്ടിൽ നിന്ന് കുഞ്ഞ് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെയാണ് കൂയിങ് എന്ന് പറയുന്നത്. അത് ഞെരുക്കങ്ങളാകാം, മൂളലുകളാകാം, അതിനെ നമുക്ക് കൂയിങ് എന്ന് പറയാം കേട്ടോ. ത്രോട്ടിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതിനെ കൂയിങ് എന്ന് പറയുന്നു. ദെൻ ബാബ്ലിംഗ് എന്ന് പറയുന്നത് ചൈൽഡ് കമ്പൈൻസ് എ വവൽ ആൻഡ് കൺസണന്റ് സൗണ്ട് ആൻഡ് റിപ്പീറ്റ്സ് കണ്ടിന്യൂസ്ലി ബാ ബാ ബാ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബ്ലിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാല് ബാബായ ആണ്. അത് കുഞ്ഞ് എന്താ പറയാ ഒരു വവൽ സൗണ്ടിനെയും ഒരു കൺസണന്റ് സൗണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ബാ 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 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? വവലും കൺസണന്റും ചേർന്നിട്ടാണ് ലെറ്റർ ഉണ്ടാവുന്നത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ? ചെറിയ ക്ലാസ്സിൽ മലയാളം ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? പ് പ്ലസ് ആ പ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ക് പ്ലസ് ആ ക. ഇതെന്താണത്? കൺസണന്റും വവലും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലെറ്റർ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ബാ 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 എന്ന് പറയുന്ന ബാബ്ലിംഗ് സൗണ്ട് കൺസണന്റിന്റെയും വവലിന്റെയും കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ് ജനറലി റിലേറ്റഡ് ടു ദ പ്രൈമറി കെയർ ടേക്കർ മാപ്പ. അതായത് അവരുടെ ആദ്യത്തെ മീനിങ്ഫുൾ വേർഡ് എന്ന് പറയുന്നത് അവരെ നോക്കുന്നത് ആരാണോ, അവരുടെ കെയർ ടേക്കർ ആരാണോ അവരെ കുറിച്ചിട്ടുള്ളതായിരിക്കും. മായെന്നും പായെന്നുമാണ് അവരെ വിളിക്കുക. പിന്നെ ഇതുപോലെ തന്നെ സിംഗിൾ വേർഡ് സെന്റൻസ്, അതായത് ബോൾ എന്ന് പറയുന്ന സിംഗിൾ വേർഡ് സെന്റൻസിനെ കുറിച്ച് അവർ പറയുന്നു. ബോൾ എന്ന് പറയുന്ന സിംഗിൾ വേർഡ് സെന്റൻസ് കണ്ടു കഴിഞ്ഞാല് അവർക്ക് മനസ്സിലാകും, അതായത് അവർക്ക് ബോൾ വേണം എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് ബോൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബോൾ താഴെ വീണു, അത് മാത്രം അവർ പറഞ്ഞാൽ മതിയാകും, അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ടെലിഗ്രാഫിക് സ്പീച്ച്, സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതൊരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. വാണ്ട് ബോൾ, സീ ബോൾ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് ബോൾ വേണം എന്നുള്ള ഒരു അർത്ഥം ആണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു മീനിങ് ആണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ സിമ്പിൾ സെന്റൻസ്,
അതായത് ഐ വാണ്ട് എ ബോൾ, എനിക്ക് ബോൾ വേണം എന്ന് പറയുന്ന സിമ്പിൾ സെന്റൻസ് കുട്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് 4 സ്കിൽസ് ആണ് അതിനകത്ത് വരുന്നത്. ഒരു ലാംഗ്വേജ് ഒരു വ്യക്തി പഠിച്ചെടുക്കുന്നത് 4 സ്കില്ലുകളിലൂടെയാണ്. ഏതൊക്കെയാണ് സ്കില്ല്? ഒന്ന് ലിസ്ണിംഗ് എന്ന് പറയുന്ന സ്കില്ലാണ്, മറ്റൊന്ന് സ്പീക്കിംഗ് ആണ്, പിന്നെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു വ്യക്തിയായാലും ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത് ആദ്യം കേൾക്കുന്നതിലൂടെയാണ്. ഓക്കെ, മറ്റുള്ളവർ പറയുന്ന കാര്യം കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഹിയറിങ്ങിലൂടെ എന്ത് ചെയ്യും, ആ കുട്ടി ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് നോക്കും. പിന്നെ അതുപോലെ തന്നെ സ്പീക്കിംഗ്, അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യം ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതിലൂടെ, സ്പീക്ക് ചെയ്യുന്നതിലൂടെ കുട്ടി ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് തുടങ്ങും. പിന്നെ ലാസ്റ്റ് ആണ് റീഡിങ്ങും റൈറ്റിങ്ങും, അതായത് വായിക്കുന്നതിലൂടെയും എഴുതുന്നതിലൂടെയും എന്ത് ചെയ്യുന്നു, കുട്ടി ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ഏതൊരു വ്യക്തിയായാലും ഇങ്ങനെ തന്നെയാണ്, ഈ 4 സ്റ്റേജിലൂടെയാണ് എന്ത് പഠിച്ചെടുക്കുന്നത്, ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. ലിസ്ണിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും റീഡിങ്ങിലൂടെയും റൈറ്റിങ്ങിലൂടെയുമാണ് എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. ഇനി ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ വൊക്കാബുലറി, ആ കുട്ടിയുടെ കയ്യിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ആ കുട്ടി ഉപയോഗിക്കുന്ന പരമാവധി വേർഡ്സ് എന്ന് പറഞ്ഞാല് 900 വേർഡ്സ് ആണ്. 900 വാക്കുകളോളമാണ് 3 വയസ്സുള്ള ഒരു കുട്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ 6 വയസ്സാകുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് 12,000 തുടങ്ങി 14,000 തന്നെയാണ്. ഓക്കെ, ഇത്രയുമാണ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു 4 സ്കില്ല് വരും, ലിസ്ണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റേജില് കുട്ടിയെ നമ്മൾ പലതരത്തിലുള്ള ഗെയിമുകള്, ആക്ടിവിറ്റീസ് ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ അവരുടെ ലിസ്ണിങ്ങും സ്പീക്കിംഗ് സ്കില്ലും വർദ്ധിക്കാനായിട്ട് ഇടവരും. ഓക്കെ, അതായത് പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ കൊടുക്കുക, ഗെയിമുകൾ കൊടുക്കുക, ഇതിലൂടെ എന്ത് വരും, അവരുടെ സ്കില്ല് ഡെവലപ്പ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. എന്താ, ലാംഗ്വേജ് സ്കില്ല് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാറുണ്ടോ? സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ റിസൈറ്റിംഗ് ഉണ്ട്, റൈംസ് ഉണ്ട്, അല്ലെ, പദ്യപാരായണം പോലുള്ള കാര്യങ്ങള്, റൈമുകള്, പിന്നെ മ്യൂസിക് കേൾക്കുക, സംഗീതം കേൾക്കുക. കുട്ടികൾക്ക് പാട്ടൊക്കെ വെച്ചു കൊടുക്കാറുണ്ടോ? അതിലൂടെയും എന്ത് ചെയ്യും, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവുന്നതാണ്. പിന്നെ നമുക്കറിയാം റിസൈറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഒരു എന്താ പറയാ ഇതാണ്, കോമ്പറ്റീഷൻ ആണ് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങള്? നല്ല അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് നല്ല രീതിയിൽ പാരായണം നടത്തുന്ന ആളുകൾക്ക് പ്രൈസ് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അതും ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. പിന്നെ മെഡിറ്റേഷൻസ് അങ്ങനെ പോലുള്ള കാര്യങ്ങള്. പിന്നെ ചില ഗെയിമുകൾ ഉണ്ട്. ഗെയിമുകളാണ് ഒന്ന് ചൈനീസ് വിസ്പറും മറ്റൊന്ന് സൈമൺ സീസും. കേട്ടിട്ടുണ്ടോ? ചൈനീസ് വിസ്പർ ആൻഡ് സൈമൺ സീസ് കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇല്ല, ഇല്ല മാം, കേട്ടിട്ടില്ല. ചൈനീസ് വിസ്പർ കേട്ടിട്ടില്ല? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ. ഇതിന്റെ മറ്റൊരു ഫോമാണ് നമ്മുടെ വീഡിയോയിലും അതുപോലെ ടിവിയിലൊക്കെ പ്രോഗ്രാംസിലൊക്കെ കാണിക്കുന്നത്. അതായത് ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ടീച്ചർ 10 കുട്ടികള്, എണ്ണം തൽക്കാലമായിട്ട് പറഞ്ഞാൽ 10 തന്നെ ഇല്ല, അതിൽ കുറവാകും കൂടുതലാവാം, യാതൊരു പ്രോബ്ലം ഇല്ല. ഒരു 10 കുട്ടികൾ എടുക്കുക, പിന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ടീച്ചറും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ 10 കുട്ടികൾ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുക, എല്ലാവരെയും ഒരുമിച്ച് ഒരിടത്ത് വിളിച്ചുകൂട്ടി കൊണ്ടുവരിക. എന്നിട്ട് ഈ ടീച്ചർ എന്ത് ചെയ്യും, 10 പേരെയും കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് നിർത്തും. എന്നിട്ട് ആദ്യത്തെ കുട്ടിയോട് ടീച്ചർ അവരുടെ കുട്ടിയുടെ ചെവിയില് വളരെ പതുക്കെ ഒരു കാര്യം പറയും. ഓക്കെ, വളരെ പതുക്കെ ആയിരിക്കും പറയാ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം, അത് രണ്ടാമത്തെ കുട്ടിയോട് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കുട്ടി ടീച്ചർ പറഞ്ഞ കാര്യം ആദ്യത്തെ കുട്ടിയോട് പറഞ്ഞു,
ആദ്യത്തെ കുട്ടിയോട് വളരെ പതുക്കെയാണ് ടീച്ചർ പറഞ്ഞത്. ചിലപ്പോ ആ ടീച്ചർ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ ആ കുട്ടി കേട്ട കാര്യം എന്താണോ അത് ആ കുട്ടി രണ്ടാമത്തെ കുട്ടിയോട് പറയുന്നു. പിന്നെ അത് മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും ലാസ്റ്റ് 10ാമതും പാസ് ചെയ്യുന്നു. മനസ്സിലായോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ഇനി 10ാമത്തെ കുട്ടിയോട് ചോദിക്കുന്നു. 10ാമത്തെ കുട്ടിയോട് ലാസ്റ്റ് ചോദിക്കുവാണ് എന്താണ് നീ കേട്ട കാര്യം എന്ന് ചോദിക്കുവാണെങ്കിൽ ആ കുട്ടി കേട്ട കാര്യം പറയുന്നു. അപ്പോ ടീച്ചർ പറഞ്ഞ കാര്യവും അവിടെ പറയുന്നു. ഓക്കെ, അപ്പൊ വളരെയധികം ഡിഫറൻസ് അവിടെ ഉണ്ടാകും, ഈ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം ആണെന്ത് ഈ ഒരു ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി പലതരത്തിലുള്ള ആക്ഷൻസിലൂടെയും ഇത് കാണിക്കാം കേട്ടോ. ഇതിപ്പോ വേർഡ്സ് പറയാം. നമ്മുടെ 2 ബാച്ചിലെ കുട്ടികൾ ഈ ഗെയിം നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 14th ബാച്ചിലെ കുട്ടികളും ചെയ്തിട്ടുണ്ടായിരുന്നു, 15th ബാച്ചിലെ കുട്ടികളും ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനീസ് വിസ്പർ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇത് ചെയ്യണം. എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ കോർഡിനേഷൻ ആണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. റെഡിയാണോ? റെഡി അല്ലേ ചെയ്യാനായിട്ട്? കുറച്ചും കൂടി ആക്റ്റീവ് ആകണ്ടേ നമുക്ക്? ആ, ഒരാളെ കോർഡിനേഷൻ ചെയ്യുക, മറ്റുള്ളവരെ കൂടി സഹകരിക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ഗെയിം ഇവിടെ അവതരിപ്പിക്കുക കേട്ടോ. അപ്പോ ഇതിന്റെ പേരാണ് ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത്. അപ്പോ രണ്ടാമത്തേതാണ് സൈമൺ സേസ്. സൈമൺ സേസ് എന്ന് പറഞ്ഞാല് ഇതുപോലെ തന്നെ 3-4 പേരുണ്ടാകും. 3, 4, 5 കുട്ടികളെ നമ്മള് വിളിച്ച് നിർത്തും. ടീച്ചർ ഉണ്ടാകും ഗൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആയിട്ട്. എന്നിട്ട് ടീച്ചർ പറയും, അതായത് സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്, ഇങ്ങനെയാണ് ടീച്ചർ പറയുന്നത്. സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്. അപ്പോ കുട്ടികൾ എന്ത് ചെയ്യണം? സൈമൺ സേസ് എന്ന് പറയുകയും ഒപ്പം തലയിൽ തൊടുകയും വേണം. ഓക്കെ, അപ്പൊ ടീച്ചർ പറയുന്ന കാര്യം കുട്ടികള് അതേപോലെ തന്നെ ചെയ്യണം. ഓക്കെ, സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ് എന്ന് പറഞ്ഞാല് സൈമൺ സേസ് ടച്ച് യുവർ ഹെഡ്, അങ്ങനെ എന്ത് ചെയ്യണം? കുട്ടികൾ പറയണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മള് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ സൈമൺ സേസ് എന്ന് പറയാതെ തലയിൽ തൊടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ അതിൽ നിന്ന് ഔട്ടാവും. ഇനി ചില കുട്ടികളാണെങ്കിൽ സൈമൺ സേസ് എന്ന് പറയും, പക്ഷെ തലയിൽ തൊടാനായിട്ട് മറന്നു. ഓക്കെ, അപ്പൊ സ്പീഡിലാണ് ഇത് പറയാ. സ്പീഡിൽ പറയുമ്പോൾ ഇത് സൈമൺ സേസ് എന്ന് പറയുകയും വേണം, എവിടെയാണോ ടച്ച് ചെയ്യാൻ പറയുന്നത് അവിടെ ടച്ച് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, അങ്ങനെ കുട്ടികൾ ഔട്ടാവും. പിന്നെ ലാസ്റ്റ് നമുക്കൊരു വിന്നറെ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സൈമൺ സേസ്. ക്ലിയർ ആയോ 2 ഗെയിമുകളും എന്താണെന്ന്? അപ്പോ ചൈനീസ് വിസ്പറും സൈമൺ സേസും നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ, അവതരിപ്പിക്കുക. അതാണ് നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി. അപ്പൊ നേരത്തെ തന്നെ ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് ഇതിന് വില്ലിംഗ് ആയിട്ടുള്ളത്, ആരാണ്? എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ, ആരും മാറി നിൽക്കരുത്. അപ്പോ അതൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് അവതരിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് 14th ബാച്ചിലെ കുട്ടികൾ ചെയ്തത്. അതിനകത്ത് ഒരു കുട്ടി വലിയൊരു പാരഗ്രാഫ് വായിച്ചു. ഓക്കെ, ഭയങ്കര കണ്ടുകിട്ടിയായിട്ടുള്ള ഒരു പാരഗ്രാഫാണ്, മലയാളത്തിലാണ് വായിച്ചത്. അത് ബാക്കി കുട്ടികളിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, 1, 2, 3, 4 കുട്ടികളിലേക്ക് പാസ് ചെയ്തു. ലാസ്റ്റ് വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞ കാര്യമല്ല ലാസ്റ്റത്തെ കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല രസകരമായിരുന്നു ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഈ ഗെയിം ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും പിന്നെ അതുപോലെ തന്നെ എൻവയൺമെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്.
പിന്നെ പ്രീ റീഡിംഗ് സ്കിൽസിൽ വരുന്നത് ആൽഫബറ്റ്സുകൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക, ഫോണറ്റിക് സൗണ്ടുകൾ മനസ്സിലാക്കുക, പിന്നെ ഇടത്തു നിന്ന് വലത്തോട്ട് കണ്ണ് ചലിക്കുന്ന രീതിയാണ് നമ്മുടേത് അല്ലെ. അതായത് ഇടത്തു നിന്ന് വലത്തോട്ടാണ് നമ്മളിപ്പോ എഴുതുന്നതായാലും എന്താണെങ്കിലും നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഐ കോർഡിനേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ആ കാര്യങ്ങൾ ഇംപ്രൂവ് ആവാനും പിന്നെ അതുപോലെ തന്നെ ബുക്സുകളെ കൂടുതലായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടാനും, അതായത് കൂടുതൽ ബുക്കുകൾ കൊടുക്കുന്നതിലൂടെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ആവാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയൽസ്, ഇപ്പൊ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നത് അല്ലെ. ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ ഫൈൻ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ബുക്കുകൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കൊടുക്കാറുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്? ആ, ഏതൊക്കെ ബുക്കുകളാ കൊടുക്കുന്നത്? വാങ്ങിച്ചു കൊടുക്കുന്നത് ഏതൊക്കെ ബുക്കുകളാ? മിസ്സസ് ചെറുതാവുമ്പോ സ്റ്റോറി ബുക്ക് ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പൊ കുറച്ച് വലുതായോണ്ട് കുറച്ച് കട്ടിയുള്ള ഇംഗ്ലീഷ് ബുക്കൊക്കെ വായിക്കുന്നുണ്ട്, നോവലും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അതെ അല്ലേ? ആ, ഓക്കെ. പിന്നെ ഈ നമ്മൾ ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ, ചെറുപ്പത്തിലെ നമ്മൾ കൊടുക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാ? വളരെ ചെറുപ്പത്തിലെ കളറിംഗ് ബുക്കുകൾ, കളർ ബുക്കുകൾ കൊടുക്കും. ആ, പിന്നെ അവർക്ക് കളിക്കുടുക്ക കൊടുത്തിരുന്നു മാം. കളിക്കുടുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സ്റ്റോറി ബുക്ക് ഇല്ലേ, ചെറിയ ചെറിയ സ്റ്റോറികള്, ഇപ്പോ ഫോക്സിന്റെ ഒക്കെ പണ്ടത്തെ മുന്തിരി ചാടി പിടിക്കുന്ന അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ കഥകൾ ആദ്യം തുടങ്ങി. ഇപ്പൊ കുറച്ച് വലിയ കുട്ടികളായോണ്ട് വലിയ വലിയ ബുക്കാ വായിക്കുന്നത്. അതായത് നമ്മൾ വളരെ കുഞ്ഞിലെ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ കളർ ബുക്കും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പിക്ചർ ബുക്ക് അല്ലെ, കളർ ബുക്ക്, പിക്ചർ ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വളരെ ചെറുപ്പത്തിലെ മേടിച്ചു കൊടുക്കുക. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ കുത്തി വരച്ചൊക്കെയാണ് ഇടുക അല്ലെ. അങ്ങനെയാണ്. അതായത് ജസ്റ്റ് കുഞ്ഞുങ്ങളുടെ കൈയുടെ, അതായത് നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫൈൻ മോട്ടോർ സ്കില്ലുണ്ട്, നമുക്ക് ഗ്രോസ് മോട്ടോർ സ്കില്ലുണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് ചെറിയ ചലനങ്ങളാണ്, നമ്മുടെ ഫിംഗറിന്റെ ഒക്കെ മൂവ്മെന്റ്സ് ഇല്ലേ, അതാണ് ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് വലിയ ചലനങ്ങളാണ്, അതായത് ലാർജ് മൂവ്മെന്റ്സ്, അതായത് നടത്തം, ഓട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് ആദ്യം ഡെവലപ്പ് ആകുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസ്, അവരുടെ ഫിംഗർ, അതായത് അവരുടെ ഫിംഗർ മസിൽ മൂവ്മെന്റ്, അതുപോലെ തന്നെ എന്താ പറയാ കൈ വഴങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുക്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ ബുക്കിൽ അവർക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത്, അവരെന്ത് ചെയ്യും, വെറുതെ കുത്തി വരച്ചിട്ടായിരിക്കും ഇടുക. ഓക്കെ, പക്ഷെ നമ്മള് വിചാരിക്കും വെറുതെ കുത്തി വരച്ചിടുകയല്ലേ, നശിപ്പിക്കുകയല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. വെറുതെ കുത്തി വരച്ച് വെച്ചാൽ മതി, അവരുടെ ആ ഒരു ഫിംഗർ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ കൂടുതലായിട്ട് സഹായിക്കുന്ന ഒന്നാണത്. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കളിക്കുടുക്ക, മിന്നാമിന്നി പോലുള്ള ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെ. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ടാകും അല്ലെ, പസിൽസ് ഉണ്ടാകും, അതുപോലെ തന്നെ കഥകൾ ഉണ്ടാകും, അതുപോലെ റൈം ഉണ്ടാകും. അവർക്ക് വായിക്കാനൊന്നും അറിയില്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് വായിച്ചു കൊടുക്കണം അല്ലെ. നമ്മൾ വായിച്ചു കൊടുത്താലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ സ്റ്റോറിയൊക്കെ അല്ലെ. പിന്നെ നമുക്കറിയാം വഴി കാണിച്ചു കൊടുക്കുക അല്ലെ, അതൊക്കെ ഉണ്ടാവും അതിനകത്ത് അല്ലെ. അപ്പൊ അതൊക്കെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോരോ ലെറ്ററുകളും കാര്യങ്ങളൊക്കെ, വേർഡ്സുകളും, വേർഡ്സിലോട്ട് പോകണ്ട, ലെറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇംഗ്ലീഷ് ആൽഫബറ്റ്സും മലയാളം അക്ഷരങ്ങളും ഹിന്ദി അക്ഷരങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഡെവലപ്മെന്റ് ഇംപ്രൂവ്മെന്റിന് അത് സഹായിക്കുന്നതാണ്. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ കളിക്കുടുക്കയിൽ നിന്നും മിന്നാമിന്നിയിൽ നിന്നൊക്കെ മാറി ബാലരമ, ബാലഭൂമി പോലുള്ള ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങും. ശരിയല്ലേ ഞാൻ പറയുന്നേ? അങ്ങനെയല്ലേ ഇംപ്രൂവ് ചെയ്ത് വരുന്നേ? പിന്നെ അവർക്കത് സ്വന്തമായിട്ട് വായിക്കാം അല്ലെ.
ആദ്യം കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവർക്ക് ഇങ്ങനെയുള്ള ബുക്കുകൾ, അതായത് ധാരാളം സ്റ്റോറികളുള്ള, മോട്ടിവേഷനുള്ള മെസ്സേജുകളുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് വലിയ വലിയ ബുക്കുകളിലോട്ട് കുഞ്ഞുങ്ങൾ കടക്കുന്നത്. ലൈബ്രറി ബുക്ക്, എക്സ്പെഷ്യലി ലൈബ്രറി ബുക്സിലോട്ട് പോകുന്നത്. ചെറിയ ചെറിയ കഥകള്, ചെറിയ ചെറിയ നോവലുകള്, കവിതകള്, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലൈബ്രറി ബുക്സ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോ ലൈബ്രറി മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സുകള് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നോക്കണം. അത് വായിച്ചു തീർക്കാനായിട്ട് പറയണം. വലിയ വലിയ ബുക്കുകളൊന്നും ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ചെറിയ ബുക്കുകളിൽ തുടങ്ങുക. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആയി വന്നാല് പിന്നെ അത് അവര് ശീലമാക്കിക്കൊള്ളും. അവരുടെ ലൈഫിന്റെ ഭാഗമായിട്ട് അത് മാറും. മടിയൊക്കെ ആദ്യമൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മളത് കാര്യമാക്കണ്ട. ചെറിയ ചെറിയ ബുക്കുകളിൽ തുടങ്ങിയിട്ട് വലിയ വലിയ ബുക്കുകളിലേക്ക് കുഞ്ഞുങ്ങളെ അടുപ്പിക്കാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ വായന എന്ന് പറയുന്നത് എല്ലാവർക്കും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ചും അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മള് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ മിക്കവാറും പാരന്റ്സ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ കുഞ്ഞിന് ഒരു ഗിഫ്റ്റ്, ഒരു ബുക്കായിട്ടെങ്കിലും നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ കൊടുക്കാറുണ്ടോ ആരെങ്കിലും? അപ്പൊ ഓരോ പിറന്നാളിലും ഓരോ ബുക്ക് കിട്ടുന്നതിലൂടെ കുഞ്ഞ് ആ ബുക്ക് എന്താ പറയാ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കാണുകയും അത് വായിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയും കൂടി ചെയ്യും. അങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അവരെ വളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങള് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പൊ ചൈനീസ് വിസ്പറും സൈമൺ സൈസും നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യില്ലേ? ഓക്കെ, ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഒരാളൊന്ന് പറയാമോ? ആരുമില്ല? അത് നിങ്ങളൊന്ന് തീരുമാനിക്കുക കേട്ടോ. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾ ഗ്രൂപ്പില് ഡിസ്കസ് ചെയ്യുക എന്താ ഇത് ചെയ്യണ്ടേന്നുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഏതിന്റെയൊക്കെയാണ് തന്നത്? തരാനുള്ള മോക്ക് ടെസ്റ്റ് ഏതൊക്കെയാ? ഹെൽത്ത് കെയറിന്റെ തരാനുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും തരാനുണ്ടോ? മിസ്സായി പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബാക്കി ഭാഗം സൈൻ ഔട്ട് ചെയ്തോളൂ. My name is Vidya. I am telling the sign out. Thank you, ma'am. Today's class was nice class. Today's class was about language. On the behalf of everyone, I am thanking you. ഓക്കെ Thank you, ma'am. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. Thank you, miss. താങ്ക് യു.